പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ എത്തിയ കൃത്യം സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത്. മാത്രമല്ല, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ രണ്ട് ടൈമിങ്ങും സുപ്രധാനമാണ്. സൗദി അറേബ്യ പാകിസ്ഥാനെ പിന്തുണയ്ക്കാതെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്, അമേരിക്കയുടെ ഇന്ത്യക്കുള്ള പിന്തുണയുടെ മുന്നറിയിപ്പ്, കൃത്യം ഈ സമയം തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണത്തിന് ഇന്ത്യ കൊടുക്കാൻ പോകുന്ന ചുട്ട മറുപടിയിൽ ഈ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയും ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്തേ മതിയാവൂ. പാകിസ്ഥാന് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. പാകിസ്ഥാൻ പിന്തുണയുള്ള ലഷ്കർ-ഇ-തോയിബ ഇന്ത്യൻ മണ്ണിൽ ചോര വീഴ്ത്തിയപ്പോൾ ഇന്ത്യ ഉടനടി തിരിച്ചടിക്കും എന്ന് മനസ്സിലാക്കി അവർ പ്രതിരോധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന സന്ദർശനം വെട്ടിച്ചുരുക്കി മോദി സൗദി അറേബ്യയിൽ നിന്നും തിരിച്ചു പോകുന്നത് വെറുതെയല്ല. 4 പതിറ്റാണ്ടിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിൽ രാജകീയ സ്വീകരണം ഏറ്റുവാങ്ങി വ്യാപാര ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഭീകരാക്രമണം നടന്നത്.